വാർത്തകളും നമ്മൾ ദിവസവും എത്ര വാർത്തകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് ഇടതുപക്ഷ നിരീക്ഷകനായാലും ശ്രീ രാഹുൽ ഈശ്വർ ആയാലും നിരന്തരമായി ഈ ചർച്ച തുടങ്ങിയ നിമിഷം മുതൽ ഇവർ രണ്ടുപേരും ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലുള്ള ആളുകളുടെ സംസാരം കൊണ്ട് ജെനുവിൻ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എത്ര സ്ത്രീകള് അവരുടെ ക്രെഡിബിലിറ്റി തീരുമാനിക്കേണ്ടത് രാഹുൽ ഈശ്വറാണോ അതിജീവിതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ചോദിക്കുന്നത്? ഞാൻ പറയട്ടെ, അങ്ങൊരു അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ താങ്കളുടെ ഓഫീസിലേക്ക് പോക്സോ അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോ അവിടെയും ഇതേ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം വെച്ചായിരിക്കും കൂടിയാണല്ലോ. നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിലെ സ്ത്രീകൾ ഡെക്കറേഷൻ വേണമല്ലോ. ഡെക്കറേഷൻ വേണ്ടാന്ന് തീരുമാനിക്കാൻ താങ്കൾ ആരാണ്? ഡെക്കറേഷൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ താങ്കൾ ആരാണ്? കേരളത്തിലെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായിട്ടുള്ള, നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പീഡനത്തിന് ഇരയാകുന്ന എത്ര സ്ത്രീകൾ അവർ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ച് പോലീസിന് മുന്നിൽ പരാതികളുമായിട്ട് എത്തുന്നുണ്ട്. എത്ര പേര് എത്തുന്നുണ്ട്? 1000 കേസുകൾ നടക്കുമ്പോ ഒരുപക്ഷെ ഒരു 200-300 സ്ത്രീകൾ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദയവ് ചെയ്ത് ശ്രീ രാഹുൽ ഈശ്വർ ഇതിനെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ലളിതമായ ഒരു പ്രശ്നമായിട്ട് ഇതിനെ ഒതുക്കി തീർക്കരുത്. അത് അങ്ങനെയല്ല. ജനപ്രതിനിധിയുടെ എല്ലാ സംരക്ഷണവും അനുഭവിക്കുന്നയാളായി മുകേഷ് മാറുകയാണ്. ആ മുകേഷിനെതിരെ പോലീസ് കുറ്റപത്രം കൊടുക്കുമ്പോൾ പാർട്ടിയും സർക്കാരും മുകേഷിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രിവിലേജ് എല്ലാം മുകേഷിന് കിട്ടുകയാണ്. അതാണ് ഇവിടെ സംശയത്തോടെ വീക്ഷിക്കുന്നത്. അല്ലല്ല, മുകേഷ് കുറ്റവാളിയാണോ എന്നുള്ള കാര്യം കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ അതിനു മുൻപ് മുകേഷിന് കിട്ടുന്ന ഈ സംരക്ഷണമുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ബോധ്യം താങ്കൾക്ക്? അല്ലെങ്കിൽ മുകേഷ് പ്രതിയാകത്തില്ല, കേസ് പോകത്തില്ല. മുകേഷ് സംരക്ഷണം കിട്ടിയെങ്കിൽ മുകേഷ് വരെ കുറ്റപത്രം കൊടുക്കട്ടെ. ഇനിയും സംരക്ഷിക്കാമല്ലോ ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇനിയും സംരക്ഷിക്കാമല്ലോ. പാർട്ടി നിൽക്കുകയാണ്. ഒരു പാർട്ടി മുഴുവൻ, ഒരു പ്രസ്ഥാനം മുഴുവൻ മുകേഷിന് പിന്നിലുണ്ട്. പിന്നെ എന്താണ്? ഒരു ചോദ്യം ചോദിച്ചോട്ടെ, വീണ കഴിഞ്ഞ എന്റെ അവസരമല്ല, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കൂടെ നിൽക്കുന്ന ഒരാൾക്കെതിരെ വ്യാജ പരാതി വന്നിട്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി പിന്നെ എന്തിനാ? അതായത് കൂടെ നിൽക്കുന്ന ഒരുത്തനെതിരെ വ്യാജ പരാതി വന്ന് കള്ളപ്പരാതിയാണെന്ന് കണ്ട് അയാൾക്ക് പല ചോദിച്ചു. വീണ ഒരു മറുപടി പറയല്ലേ? എപ്പോഴും സംസാരിക്കണോ? വീണ ഒരു മറുപടി പറഞ്ഞോട്ടെ. അതായത് വീണ ഒരു മറുപടി പറയട്ടെ. സ്ഥലമാണോ അത്? വീണ മറുപടി പറയട്ടെ. വീണ മറുപടി കേൾക്കൂ. വീണയ്ക്ക് ദണ്ണ ഉണ്ടായോ? ന്യൂസ് 18 ഇരുന്നിട്ട് വേറൊരു പോക്സോ പെൺകുട്ടിയുടെ പേര് പരാതിക്കാരി പറഞ്ഞില്ലേ? വീണ കേൾക്കൂ, എപ്പോഴെങ്കിലും കേൾക്കുകയും കൂടെ ചെയ്യൂ. ഈ ന്യൂസ് 18 ചാനലിൽ ഇരുന്നിട്ട് അവർക്കെതിരെ പോക്സോ കേസ് പറഞ്ഞ പെൺകുട്ടിയുടെ പേര് ഈ സ്ത്രീ പറഞ്ഞു. ഈ സ്ത്രീക്കെതിരെ എന്തേ വനിതാ പ്രവർത്തകർക്കൊന്നും വേദന തോന്നാത്തത്? എന്താ പോലീസ് FIR ഇടാത്തത്? അത് കോഗ്നൈസബിൾ ഒഫൻസ് അല്ലേ? അത് ഈസി ആയിട്ട് പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ലേ? ഇടാത്തതിന്റെ കാരണം ഈ നാട്ടിൽ സംസാരിക്കണോ? ഒരു കാര്യം കൂടി താങ്കൾ പറഞ്ഞ നല്ല വാക്കിന് നന്ദി. മറുപടി പറയട്ടെ. ബൽദേവ് സാർ പറഞ്ഞ നല്ല വാക്കിന് നന്ദി. സാറിനോട് ഒരു കാര്യം മാത്രം. സാറേ, വ്യാജ പരാതിയാണെന്ന് നമുക്ക് എല്ലാം അറിയാം. അങ്ങനെ വ്യാജ പരാതി വന്നിട്ട് കൂടെ നിൽക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടികളൊക്കെ എന്തിനാ വേണ്ട രീതിയിൽ എൽദോസിനെ കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്തില്ല? എൽദോസിനെ ചെയ്യണമായിരുന്നു. വേണ്ട രീതിയിൽ ചാണ്ടി സാറിനെ അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വേണ്ട രീതി വന്നില്ല. നമ്മുടെ കൂടെയുള്ള ആണുങ്ങളെ ബലി കഴിച്ചുകൊണ്ടാവരുത്. പുരുഷ അസോസിയേഷനിലേക്ക് ആള് കൂട്ടുവാനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വർ. ഇവർ നീതി നിഷേധിക്കപ്പെട്ടവരാണ്. ഇവർക്ക് ന്യായം നിഷേധിക്കപ്പെട്ടവരാണ്. വ്യാജ പരാതിയുടെ പേരിൽ അകത്ത് പോണ്ടി വരുന്നവരാണ്. അത് ആകാം, മുകേഷ് ആകാം, ഇടവേള ബാബു ആകാം, മരിച്ചുപോയ മാമുക്കോയ വരെ ആകാം.
എന്തെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ? 71 വയസ്സായ ബാലേന്ദ്ര മേനോൻ സാറിന് 71 വയസ്സായി. കേരളത്തിലുള്ള കൊടുക്കുന്നത് വ്യാജപരാതികളാണ്. രാഹുൽ ഈശ്വറിന്റെ എല്ലാ സ്ത്രീകളും ഫേക്ക് ആണെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? പുരുഷന്മാർ റേപ്പിസ്റ്റ് ആണെന്ന് വീണ പറ. എല്ലാ പുരുഷന്മാർ റേപ്പിസ്റ്റ് ആണെന്ന് പറ. രാഹുലിന്റെ പക്ഷം പിടിക്കുന്നുണ്ടോ താങ്കൾ? വീണ ഒരു സെക്കൻഡ്. അല്ല, ഒരു കാര്യം ഇതിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിയമം എന്ന് പറയുന്നത് നിലവിൽ സ്ത്രീകൾക്ക് വലിയൊരു ബയാസ് നമ്മുടെ നിയമത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് പരിഹാരം പുരുഷ കമ്മീഷനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയല്ല അഭിപ്രായം. മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് കോടതികളിലേക്ക് വരുന്ന സമയത്ത് നിരവധി സന്ദർഭങ്ങളിൽ അത് തെറ്റായിട്ടുള്ള ആരോപണമായിരുന്നുവെന്നും പോക്സോ കേസുകൾ പോലും വ്യാജമായിട്ട് ചമച്ചതാണ് എന്നും നമ്മുടെ നാട്ടിലുള്ള വിവിധ ഹൈക്കോടതികൾ, പല സംസ്ഥാനങ്ങളിലുള്ള ഹൈക്കോടതികളായിക്കോട്ടെ, സുപ്രീം കോടതി ആയിക്കോട്ടെ, പല ഘട്ടത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഒരു സ്ത്രീ അവരുടെ ചാരിത്രത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യം പറയില്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മുടെ നിയമനിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് കൂടുതൽ ബയാസ് നമ്മുടെ നിയമത്തിനുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും ആ രീതിയിലത്തേക്കുള്ള ഒരു ആനുകൂല്യം എല്ലാ സ്ത്രീകൾക്കും ജനറലി നമുക്ക് നൽകാമെങ്കിൽ പോലും ചിലരെങ്കിലും അതിനെ ദുരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്ന് കരുതി ആരോപണം ഉന്നയിക്കുന്ന എല്ലാ ആൾക്കാരുടേതും തെറ്റായിട്ടുള്ള ആരോപണമാണ് എന്ന രീതിയിലത്തേക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇത് രണ്ടും തെറ്റായിട്ടുള്ള ജനറലൈസേഷൻസ് ആണ്. ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ തെറ്റായിട്ടുള്ളതാണ്, അവരുടെ എല്ലാം മോറൽ സൈഡ് മോശമാണ് എന്ന് പറയുന്നതും പുരുഷന്മാരെല്ലാവരും ഏത് രീതിയിലും മോശമായി പെരുമാറുന്നവരാണ് എന്ന് പറയുന്നതും രണ്ട് റോങ് ജനറലൈസേഷൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ആ തർക്കത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ നിയമം കുറച്ചുകൂടി ബാലൻസ്ഡ് ആകണം. ആ ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഏതൊരു ഘട്ടത്തിൽ കേസെടുക്കാം, എന്തൊക്കെ തെളിവാണ് കൊണ്ടുവരേണ്ടത്, എത്രയാണ് മതിയായിട്ടുള്ള ഒരു സമയം, ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ പറയാം. നമ്മളിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം കേട്ടിരിക്കുന്ന പല കേസുകളും 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേർലിംഗ് വിറ്റ്നസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളുണ്ട് നിയമത്തിൽ. ഇതൊരു വിചാരണ ഘട്ടത്തിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ പരാതി ഇത്രയും കാലം പറയാതിരുന്നത് എന്നതിനെപ്പറ്റി അവർ കൺവിൻസിംഗ് ആയിട്ട് മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും ആ കേസിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കോടതിക്ക് വിവേചനാധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ ഒപ്റ്റിക്സ് എങ്ങനെയാണ്? അപ്പോൾ ഒരു ആരോപണം ഉണ്ടാകുന്നു, ഒരാളിനെതിരെ മോശമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫോർ ലൈഫ്, എല്ലാ കാലത്തേക്കും ആ ഒരു ആരോപണം നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കേവലം കുറ്റാരോപിതന്റെ ധാർമ്മികതയ്ക്ക് വിടുന്നതിന് പകരം ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ ഒരു സ്ത്രീയുടെ ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ ആ കേസിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന നിലപാട് ഇതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. അതല്ലാതെ ഈ കുറ്റാരോപിതന്റെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു ഈസി എസ്കേപ്പ് റൂട്ടാണ്. നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഇപ്പോൾ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് വേണ്ട, കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് ശരി, കാരണം അതിനുശേഷം വിചാരണയല്ലേ ഉള്ളൂ. അതല്ല എങ്കിൽ ഞങ്ങൾ കോടതി പറഞ്ഞെങ്കിൽ മാത്രമേ ആളിനെതിരെ നടപടിയെടുക്കൂ. പിന്നെ ധാർമ്മികത മിക്സ് ചെയ്യരുത്. അതായത് അതാണ് നിങ്ങളുടെ നിലപാട് എങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഓക്കെ, കോടതി കുറ്റക്കാരനാണ് എന്ന് മുകേഷിനെ കണ്ടെത്തുകയും 2 വർഷത്തിനെങ്കിലുമുള്ള തടവ് ശിക്ഷ കിട്ടുകയും ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം രാജിവെച്ചാൽ മതി, അങ്ങനെ പറയണം. അല്ലാതെ അതിൻ്റെ കൂടെ അയ്യോ ആ പറയുന്നത് ശരിയല്ലല്ലോ, അത് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി എന്നാൽ കൈ കഴുകുകയും വേണം. അതുകൊണ്ട് അത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി തന്നെ ധാർമ്മികതയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മളിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ആലപ്പുഴയിലെ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിലെ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ സമയത്ത് ശ്രീ രാഹുൽ ഈശ്വറിന് അറിയാവുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒക്കെ കേസ് നടക്കുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ നടപടി ഉണ്ടാകും ആരായാലും എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, എന്താണ് നടപടി? കുറ്റാരോപിതന്റെ ധാർമ്മികതയ്ക്കനുസരിച്ച് രാജിവെക്കട്ടെ എന്ന് പറയുന്നതാണോ നടപടി? നിലവിൽ ഈ ഒരു ഘട്ടം വരെ CPM വഴിവിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം ശ്രീ മുകേഷിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് കരുതാനുള്ള ഒരു കാര്യവും നമ്മുടെ മുന്നിലില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ വരുന്നു. കൊല്ലം എന്ന് പറയുന്നിടത്ത് CPM ഒരു ഷേക്കി വിക്കറ്റിലാണ് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീറ്റ് പോലും ഒരുപക്ഷെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടിയിലേക്ക് അവർക്ക് അങ്ങനെ പോകേണ്ടുന്ന ഒരു കാര്യമില്ല. എങ്കിൽ പിന്നെ അങ്ങനെ ഒരു സൗകര്യം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല, അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല, പോലീസിനൊരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഒപ്പം നിൽക്കുകയും ചെയ്യാം. പക്ഷെ വിചാരണ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏത് സമയത്താണ് നടക്കുക അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഭരണപക്ഷത്തുള്ള ഒരാളിന് ഒരു എക്സ്ട്രാ ധാർമ്മികതയുണ്ട് എന്ന് നമ്മൾ സമർത്ഥിക്കുന്നതിൽ കാര്യമില്ല. കാരണം നിലവിൽ പോലീസിന്റെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്താണ് ശരി.